നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. അൽ നസർ AFC ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് പുറത്തായി. ഇതോടുകൂടി അവരുടെ ക്ലബ് വേൾഡ് കപ്പ് എന്ന മോഹവും പൊലിയുകയാണ്. ഈ സീസണിൽ വമ്പൻ നേട്ടങ്ങളൊന്നുമില്ലാതെ അൽ നസർ കളി അവസാനിപ്പിക്കേണ്ടി വരും എന്നുള്ള ഒരു ഭീഷണിയും ഇപ്പോൾ മുന്നിലുണ്ട്. ഏതായാലും അൽ നസറിനെ പരാജയപ്പെടുത്തിയ ടീം ഏതാ? UAE ക്ലബായ അലൈൻ FC ആണ്. ഈ രണ്ട് ടീമുകൾ തമ്മിൽ ആജഗജാന്തരമുണ്ട്. മാർക്കറ്റ് വാല്യൂ ഒക്കെ എടുത്ത് നോക്കുക. അലൈൻ FCയുടെ സൂപ്പർ താരം എന്ന് പറയാൻ നിങ്ങൾക്ക് ആരെയാണ് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുക? ശരി, അവരുടെ കോച്ചായിരിക്കും അവരുടെ ഏറ്റവും വലിയ സൂപ്പർ താരം. അർജന്റീന ഇതിഹാസം ഹെർനാൻ ക്രെസ്പോയാണ് അവരുടെ കോച്ച്. ക്രെസ്പോയെ കൂടാതെ മറ്റാര് നമുക്ക് ചൂണ്ടിക്കാട്ടാനുണ്ട് എന്നതൊരു വലിയ ചോദ്യം തന്നെയാണ്. അതേസമയം അൽ നസറിന്റെ ഭാഗത്ത് സാദിയോ മാനയും ക്രിസ്ത്യാനോ റൊണാൾഡോയും ബ്രസോവിച്ചും ഒറ്റാവിയോയും അലക്സ് ടെല്ലസും അങ്ങനെ നിരവധി പ്രതിഭകൾ കളിച്ചിട്ടാണ് ഇങ്ങനെ തോൽവി ഏറ്റുവാങ്ങേണ്ടി വരുന്നത്. രണ്ട് ടീമിൻ്റെയും മാർക്കറ്റ് വാല്യൂ നോക്കുക. മാർക്കറ്റ് വാല്യൂ അലൈൻ FCയുടെ മാർക്കറ്റ് വാല്യൂ ഇപ്പോൾ ESPN FC പുറത്തുവിട്ടിരിക്കുന്നത് 34.4 മില്യൺ യൂറോസ് ആണ്. 34.4 മില്യൺ യൂറോസ്, അതാണ് അവരുടെ ടോട്ടൽ മാർക്കറ്റ് വാല്യൂ എങ്കിൽ അൽ നസറിൻ്റെത് 144.03 മില്യൺ യൂറോസ് ആണ്. വലിയ അന്തരം ഈ രണ്ട് ടീമുകളുടെയും ക്വാളിറ്റി തമ്മിലുണ്ട്. അതായത് ഒരു 4 ഇരട്ടിയെങ്കിലും കൂടുതലാണ് അൽ നസറിൻ്റെ ആ ഒരു മാർക്കറ്റ് വാല്യൂ. എന്നിട്ടും ഇത്തരത്തിൽ പരാജയപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇൻഡിവിജ്വൽ മിസ്റ്റേക്സ് അവർക്ക് വലിയ തിരിച്ചടി നൽകി. ഏതായാലും അൽ നസറിൻ്റെ തലപ്പത്ത് ചില മാറ്റങ്ങൾ ഉണ്ടാവാൻ ഇത് കാരണമായേക്കും എന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തേക്ക് വരുന്നുണ്ട്. കോച്ച് സർവൈവ് ചെയ്യുമോ, അതായത് അവിടെ തുടരുമോ, അത് കണ്ടറിയേണ്ടി വരും. വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.